ഹലോ, ഇന്നത്തെ വീഡിയോ ഈ ഒരു ടോപ്പിന്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റർ ടോപ്പാണ്. അതിനകത്ത് യോക്ക് വരെ കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള സിമ്പിൾ ഫ്ലവേഴ്സ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മുടെ വാർഡ്രോബിൽ ഒരു വൈറ്റ് ഡ്രസ്സും ഒരു ബ്ലാക്ക് ടോപ്പും അതിനകത്ത് വേറെ കളേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ വൈറ്റിൽ വൈറ്റ് തന്നെ ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയൊക്കെ ആയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതിൻ്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ഡ്രസ്സിന്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോസ്റ്റ് കാൽക്കുലേഷനും എത്ര സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോവാം. അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഞാൻ ഇപ്പോഴും അനലറ്റിക്സ് നോക്കുമ്പോൾ വ്യൂസ് വരുന്നത് അധികവും അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ നിന്നാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൽക്കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. ഒരുവിധം എല്ലാ ടെക്സ്റ്റൈൽസിനും കിട്ടുന്ന നോർമൽ തുണിയാണിത്. നല്ല കോട്ടൺ തുണി. മൽക്കോട്ടൻ്റെ തുണിക്ക് എനിക്ക് തോന്നുന്നു 100 രൂപയാണ് ഒരു മീറ്ററിന് വില. 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട് സ്ലിറ്റ് ടോപ്പിൻ്റെ പാറ്റേണിൽ. ഒരു 32 ചെസ്റ്റ് സൈസിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് ഞാനിവിടെയുള്ള ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് നോക്കുക. എൻ്റെ സൈസ് 32 ആണ്. ഞാൻ ഡയഗ്രാം കൊടുത്തിട്ടുള്ളത് 32 സൈസ് അല്ല, 34 36 ആണ് അത്. പക്ഷേ നമ്മളൊരു ചുരിദാർ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ ആണത്. അതിലുള്ള അളവുകൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ക്രമീകരിച്ചിട്ട് അതും നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനൊരു റെഫറൻസ് കൊടുത്തു എന്നുള്ളത് മാത്രം. ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്ക് പാറ്റേൺ ക്യാൻവാസിൽ കട്ട് ചെയ്തതിന് ശേഷം അത് തുണിയിലേക്ക് അയൺ ചെയ്യാണ്. ഞാൻ എടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പ് ഒരു ആലില കഴുത്ത് എന്ന് പറയില്ലേ, അത് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അതായത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് റെഡി ലെങ്ത്ത് കിട്ടുക 5 ആണ് കേട്ടോ. എനിക്ക് 5 മതി. നിങ്ങൾ നിങ്ങളുടെ ഇറക്കെടുക്കുക. വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്, നെക്ക് വിഡ്ത്ത്. അതായത് ടോട്ടൽ 7 ഇഞ്ച്. ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം വന്ന് 3.5 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതായത് 4 ഇഞ്ച് ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെക്ക് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ തുണിയിലേക്ക് പേസ്റ്റ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ മെയിൻ ക്ലോത്ത് തന്നെയാണ് ലൈനിങ് ആയിട്ടും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ മൽക്കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത് കുറച്ച് സീ ത്രൂ, അതായത് നമ്മളിപ്പോൾ ചിക്കൻ കറി വർക്കൊക്കെ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. ഷാഡോ ഒക്കെ അത്യാവശ്യം വിസിബിൾ ആവുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് അത്ര അങ്ങ് വിസിബിലിറ്റി വേണ്ട എന്നുള്ളതുകൊണ്ട് ആ സെയിം ഫാബ്രിക് തന്നെ ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധാ ലൈനിങ് നമ്മുടെ ഒരു 40 രൂപ മീറ്ററിന് വരുന്ന ഒരു ലൈനിങ് ഉണ്ടല്ലോ, അതെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ 2.5 മീറ്റർ അല്ല, എൻ്റെ ഫാബ്രിക് 5 മീറ്ററാണുള്ളത്. അപ്പോൾ 5 മീറ്ററിന് കോസ്റ്റ് നമ്മൾ പറയുമ്പോൾ 5 മീറ്ററിന് 90 രൂപ വെച്ചിട്ട് 450 രൂപ എനിക്ക് ഫാബ്രിക്കിനായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ലൈനിങ്ങിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കോസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു നോർമൽ സ്റ്റിച്ചിങ് പാറ്റേണിൽ തന്നെയാണ്. അത് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ടക്ക് കൊടുത്തിട്ടുണ്ട്. ഇവണ്ടോ എനിക്കൊന്നും കൂടെ സൈഡ് ഷേപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രിൻസസ് ലൈൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുകയാണ്. ജസ്റ്റ് പ്രിൻസസ് ലൈൻ വരച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനത് റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നു പോയി കേട്ടോ, ഷേപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രിൻസസ് ലൈൻ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് ഡ്രസ്സിലേക്ക് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം കട്ട് ചെയ്യൂ, അല്ലെങ്കിൽ വരച്ചിട്ട് ജസ്റ്റ് ആ ലൈനിൽ സ്റ്റിച്ച് ചെയ്താലും മതി. ദെൻ ഞാൻ ഷോപ്പിൽ പോയി വൈറ്റ് ത്രെഡ് മേടിച്ചിട്ടുണ്ട്. ഞാൻ വൈറ്റിൽ വൈറ്റ് തന്നെയാണല്ലോ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വൈറ്റ് കുറച്ച് ത്രെഡ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഹീറ്റ് ഇറേസബിൾ റീഫിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതായത് ടൈലറിങ് ആക്സസറീസ് മേടിക്കുന്ന കടകളിൽ മേടിക്കാൻ കിട്ടും. 10 രൂപയാണ് ഒരു ട്യൂബിന്. ഇത് നമുക്ക് എംബ്രോയിഡറി ഡിസൈൻസ് വരയ്ക്കാനും നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. കാരണം അയൺ ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ ആ ഒരു പെൻസിലല്ലല്ലോ പെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു ഓൾ ഓവർ പാറ്റേൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ വരെ ലെങ്ത്ത് എന്ന് വെച്ചാൽ എൻ്റെ യോക്ക് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. 13.5 14 വരെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കണക്കാക്കിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പ്രീ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇത് നമ്മൾ ഒരു കാർബൺ പേപ്പർ വെച്ച് ഒരു ഡിസൈൻ അങ്ങനെ കോപ്പി ചെയ്ത് അതിലേക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന പാറ്റേൺ അല്ല. അങ്ങനത്തെ ഒരു ഫ്ലവർ അല്ല. ഒരു ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറും ഡേസി വെച്ചിട്ട് 2 ലീഫും സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു സ്റ്റെമ്മും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഒന്നിങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ.
ഓരോരോ ഫ്ലവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയി വരുന്ന രീതിക്ക്, അതായത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എവിടെയാണ് ഗ്യാപ്പ് വരണേ, ഏത് രണ്ട് ഫ്ലവേഴ്സ് തമ്മിലാണ് കൂടുതൽ ഗ്യാപ്പുള്ളത്. ഇങ്ങനെ അസിമെട്രിക്കലായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട്, അങ്ങനെ കേട്ടോ. അത് പിന്നെ പോലെയെന്നായിട്ട് പറഞ്ഞുതരൊക്കെ അറിയില്ല, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സിൽ തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ആങ്കറിൻ്റെ ത്രെഡല്ല, അതിനേക്കാൾ കുറഞ്ഞ ത്രെഡാണ്. ആ കടയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, വൈറ്റ്. അപ്പോൾ കുറച്ച് അധികം സ്കെയിൻ വേണ്ടത് കൊണ്ട് ഞാൻ അതെടുത്തിട്ട് പോന്നു കേട്ടോ. നിങ്ങൾക്ക് ആങ്കറിൻ്റെ നല്ല ത്രെഡ് യൂസ് ചെയ്യാം. ഇതാണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് ത്രെഡ് നമുക്ക് ഏതായാലും ഓക്കെയാണ്. പക്ഷേ കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിലേക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് തന്നെ എടുത്താൽ നല്ലതാണ്. മറ്റതൊക്കെ ചിലപ്പോൾ കളർ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനകത്ത് ഫാസ്റ്റ് കളർ എന്ന് എഴുതിയിട്ടില്ലേ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യണം. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കളർ ഫാസ്റ്റിങ് അല്ലെങ്കിൽ കളർ ബ്ലീഡിങ് ഇല്ലാത്തതുകൊണ്ട് ഈ കുറഞ്ഞ ത്രെഡാണെങ്കിലും മതി. പക്ഷേ ആങ്കറിൻ്റെ നല്ല ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫേർട്ടും അതിൻ്റെ ഒരു ഷൈനിങ് എഫക്റ്റൊന്നും ഈ ഒരു ത്രെഡിന് ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു ഹൂപ്പ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു പിങ്ക് കളറിലുള്ളത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി ഹൂപ്പാണ്. അതിൻ്റെ 2 സൈഡ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു ഗാർമെൻ്റ് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാനിത് ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അത് വെച്ച് വർക്ക് ചെയ്യാനായിട്ട്, അതായത് ആ ഒരു ഹൂപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു റിങ് ഇങ്ങനെ നമ്മൾ ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിനിങ്ങനെ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടും തയ്ച്ച് കഴിഞ്ഞൊരു സംഗതിയുടെ ഉള്ളിലേക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പാടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. നമുക്ക് നമ്മുടെ നോർമൽ ചെറിയ ഹൂപ്പ് ഉണ്ടല്ലോ, 6 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ ഒക്കെയുള്ള കുഞ്ഞു ഹൂപ്പ്, അതെടുക്കാം. ഇതെടുത്തിട്ട് ഓരോ ചെറിയ സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാം. ഇതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഗാർമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് കൈ വെച്ച് പിടിച്ചിട്ട് തന്നെ, അത്യാവശ്യം ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സാണ്. ഫ്രഞ്ച് നോട്ട് ഒരു നോട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ പാറ്റേണാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആ പാറ്റേണിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പിടിയിട്ടു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇമേജസ് കൊടുത്തിട്ടുള്ളത്. ഞാനതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള റെഫറൻസ് ഇമേജാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള റെഫറൻസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഡോട്ട് പുറത്തും 3 സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ഡോട്ട്സ് അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളതൊന്ന് റിച്ച് ആവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു എൻറ്റയർ ഒരു ദിവസം എടുത്തിട്ടാണ് ഈ ഒരു എംബ്രോയ്ഡറി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാണുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ ഈ ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ കുറച്ച് കട്ടിയുള്ള ലൈനിങ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. ഇവൻ ദോ നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാരലലി ഈ ഒരു ഡ്രസ്സിൻ്റെ വേർത്ത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞു. മെറ്റീരിയൽ കോസ്റ്റ് 5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെയിം ആയതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് അതിന് വന്നിട്ടുള്ളത്, ഫാബ്രിക്കിന് മാത്രം വന്നിട്ടുള്ളത് 450 റുപ്പീസാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മേടിക്കുന്ന ഒരു ചാർജ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഇതിൽ പ്രിൻസസ് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു 50 റുപ്പീസ് നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ 50 രൂപയല്ല കേട്ടോ ആഡ് ചെയ്യുക. ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു ലൈൻ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ എടുത്ത് ആ ലൈനിന് എന്താ പറയുക, ആ ലൈനിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊരു 50 കൂടെ ആഡ് ചെയ്തിട്ട് 450 സ്റ്റിച്ചിങ് ചാർജ് എന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വേർത്ത് 950 റുപ്പീസിലാണ്, 900 റുപ്പീസിലാണ് കേട്ടോ നിൽക്കുന്നത്. 450 + 450 സ്റ്റിച്ചിങ് ചാർജ്, 450 തുണിയുടെ കോസ്റ്റ്. ഇതെൻ്റെ കോസ്റ്റാണ് 450 മെറ്റീരിയൽ കോസ്റ്റ് വന്നത്. നിങ്ങളൊരു നോർമൽ ഒരു 40 രൂപയുടെ കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് അത്ര വരില്ല. അങ്ങനെ 90-ൽ 2.5 മീറ്ററും 40-ൽ ഒരു 2 മീറ്ററല്ലേ വരുള്ളൂ. അപ്പോൾ അത് വാരി ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ വേർത്ത് ഇപ്പോൾ ഓൾറെഡി 900 ആയി. ഇനി നമുക്ക് ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പെന്ന് വെച്ച് വരച്ചതിൻ്റെ മാർക്സ് കാണുന്നുണ്ടാവും.
പക്ഷേ ഇത് ഹീറ്റ് ഇറേസിബിൾ പെൻ ആയതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെഫറൻസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാ ലൈനുകളും ഇറേസായി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മറച്ചിട്ടിട്ടുണ്ട്. ഈ മറച്ചിട്ട സമയത്ത് ഞാൻ എന്താ ഈ ഒരു പ്രിൻസസ് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാണ്. പ്രിൻസസ് ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡറിന് നമ്മൾ ആദ്യം ബസ്റ്റ് പോയിൻ്റ് എവിടെയാണോ അത് മാർക്ക് ചെയ്യുക. എൻ്റെത് 9.5 അവിടെ നിന്ന് 2 ബസ്റ്റ് തമ്മിലുള്ള അകലം എനിക്ക് 3.5 വരിക, പകുതി 7 ഇഞ്ചിൻ്റെ പകുതി 3.5. അതിൽ ആ ഒരു ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ ആം ഹോളിൽ നിന്ന് ഒരു കേർവ്ഡ് ലൈൻ വരയ്ക്കുക. ഞാൻ ഇപ്പോൾ എന്താ പറയുക, വേഗമായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പ്രിൻസസ് കട്ടിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഞാൻ അയൺ ചെയ്ത് തിരിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എൻ്റെ അയണിങ് എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് മഷിയുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ അത് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് അയൺ ബോക്സ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് എടുത്ത് നിൽക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഫ്രഞ്ച് നോട്ടാണല്ലോ, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റായിട്ട് നീറ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുന്നുണ്ട്. സ്റ്റീം അയൺ വെച്ച് അയൺ ചെയ്യുന്നത് കൊണ്ട് അയൺ ബോക്സിന് വെയിറ്റ് ഉള്ളത് കൊണ്ടും അയൺ ചെയ്യാൻ കുറച്ച് ഈസിയാണ് കേട്ടോ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലെവലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആവില്ല കേട്ടോ. ഒരു ഗ്രാവിറ്റി ഫീഡ് സ്റ്റീം അയൺ വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹാങ്ങറിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസോ റെയിൻബോ സീക്വൻസോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ആ വൈറ്റിനെ നശിപ്പിക്കാത്ത രീതിയിൽ വൈറ്റ് കളറ് ബീഡ്സോ ഷുഗർ ബീഡ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ എംബ്രോയിഡറി വർക്കിന് ഞാൻ ചാർജ് ചെയ്യുക 1 ഡേ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിന് ഞാൻ 1000 റുപ്പീസ് ചാർജ് ചെയ്യും. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ നെറ്റ് വർത്ത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 1900 രൂപയാണ് കേട്ടോ. അതായത് പറയുകയാണെങ്കിൽ നമ്മളൊരു നിസാരം ഒരു 100 രൂപ അല്ലെങ്കിൽ 90 രൂപ മീറ്ററിന് വരുന്ന ഒരു ഫാബ്രിക്കിൽ നമ്മളൊരു ഡ്രസ്സ് ഒരു 2000 രൂപ വേർത്തുള്ള ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിരുന്ന 1-2 കാര്യങ്ങൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കാണിക്കണം, ഒരു ഡ്രസ്സിൻ്റെ നെറ്റ് വേർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ഈ കാര്യങ്ങൾ പരിഗണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാമോ. താങ്ക് യു സോ മച്ച്.